ഈ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി കോഡിങ്ങിലേക്ക് പോവാം. യെസ്, ഇപ്പോൾ നമുക്ക് 23 കിട്ടിയിട്ടുണ്ട്. മെയിനകത്ത് വൈൽ ലൂപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഫ്ലാഷിങ് ചെയ്യുന്നുണ്ട്, നോക്കാം. 0 0 0 1 0 2. ആദ്യം 0 തെളിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷമാണ് 1 തെളിയുന്നത്. പക്ഷേ നമ്മളുടെ കണ്ണിന് അത്രയും ഫാസ്റ്റായിട്ട് കാണാൻ കഴിയില്ല. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 7 സെഗ്മെൻറ്റ് LED യൂസ് ചെയ്തു. ഇത്തവണ നമ്മൾക്ക് ഒന്നിലധികം 7 സെഗ്മെൻറ്റ് LED യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ഇമേജിൽ നോക്കിയാൽ കാണാം, ഒരേ സമയം ഒന്നിലധികം LEDs ഉപയോഗിക്കുന്ന സമയത്ത് ഇത് പാരലലി കണക്റ്റഡ് ആവും. എന്ന് വെച്ചാൽ ഒന്നാമത്തെ 7 സെഗ്മെൻറ്റിന് നമ്പർ 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് തന്നെ രണ്ടാമത്തെ 7 സെഗ്മെൻറ്റിനും മൂന്നാമത്തെ 7 സെഗ്മെൻറ്റിനും കിട്ടും. അപ്പോൾ എല്ലാത്തിലും ഒരേ നമ്പറല്ലേ ഡിസ്പ്ലേ ആവുന്നത്. നമ്മൾക്കിത് എങ്ങനെ ചെയ്യാം? ഇവിടെയാണ് മൾട്ടിപ്ലക്സിംഗ് എന്നൊരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ തവണ 7 സെഗ്മെൻറ്റ് LEDൻ്റെ വർക്ക് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ അവിടെ ചില ലോജിക്കുകൾ ഉപയോഗിക്കുന്നു. ഇവിടെ കോഡിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ള ജോബുകൾക്ക് നമ്മൾക്ക് ലോജിക്ക് വേണം, പ്രോബ്ലം സോൾവിങ് സ്കില്ല് വേണം എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് എന്താണ് ലോജിക്ക്, എന്ത് ലോജിക്കാണ് വേണ്ടത്, എന്ത് സ്കില്ലാണ് വേണ്ടത് എന്ന് നമ്മൾക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് അതിൻ്റെ ചാൻസ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് ലോജിക്കാണോ ആവശ്യം വരുന്നത്, ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽ. ഓക്കെ, നമ്മൾക്ക് വർക്കിലേക്ക് പോകാം. ഇതിന് കഴിഞ്ഞ വീഡിയോയിലെ അതേ വയറിംഗ് ആണ്. അഡീഷണലി നമ്മൾക്ക് COM 1 COM 2 കൂടി വേണം. ഈ COM 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ 7 സെഗ്മെൻറ്റിനെ ഓൺ ചെയ്യാനുള്ള വയറാണ്. 2 7 സെഗ്മെൻറ്റിനും ഓരോ കോമൺ പിന്നുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. COM 1 നമ്മൾക്ക് PC4 കൊടുക്കാം. PC4 ഇവിടെ ഡയഗ്രാം നോക്കിയാൽ PC4 27ാമത്തെ പിന്നാണ്. ഇനി PC5 COM 2 PC5 കൊടുക്കാം. COM 1 നമ്മൾ ഓൾറെഡി ഒരു പ്ലസിൽ കൊടുത്തിരുന്നു. ഇതിനടുത്ത് PC4 കൊടുക്കണം. നമ്മൾക്ക് കണക്ഷൻ ഇവിടെയുണ്ട്. ഇനി ബ്ലാക്ക് വയർ COM 2 ആണ്. അത് നമ്മളെവിടെയും കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളുടെ ഒരു 7 സെഗ്മെൻറ്റ് ഫുൾ ടൈം ഓഫ് ആയിരുന്നു. ഇതിന് നമുക്ക് PC5 കൊടുക്കാം. ഇനി കോഡിങ്ങിലേക്ക് പോകാം. കഴിഞ്ഞ തവണ ചെയ്ത കോഡ് അതേപോലെ കോപ്പി ചെയ്യാം. എന്നിട്ട് ഫയൽ, ന്യൂ പ്രോജക്റ്റ്, C++ AVR X8 C ആപ്ലിക്കേഷൻ പ്രോജക്റ്റ്, നെയിം കൊടുക്കാം. നമ്മൾക്കിവിടെ മൾട്ടി ഫയൽസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ 7 സെഗ്മെൻറ്റ് മൾട്ടിപ്ലക്സിങ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്ലക്സ്. പുതിയ ലൊക്കേഷൻ വേണം. ഇവിടെ ബ്രൗസ് കൊടുത്തിട്ട് 7 സെഗ്മെൻറ്റ് 1 അല്ലാതെ മൾട്ടിപ്ലക്സ് ഫോൾഡറിൻ്റെ പേരായിരുന്നു മൾട്ടിപ്ലക്സ് എന്ന് വേണ്ടത്. ഓക്കെ, ഇനി സെലക്ട് ഫോൾഡർ. ഓക്കെ, ഇനി ടാർഗറ്റ് സെലക്ട് ചെയ്യണം. Atmega 328P Atmega 328P PB അല്ല, P ആണ്. സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. യെസ്, മെയിൻ ഫയൽ വന്നിട്ടുണ്ട്. ഞാനതിനെ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണമെങ്കിൽ പഴയത് കോപ്പി ചെയ്ത് വെച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് പോയി. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇതായിരുന്നു നമ്മൾ എഴുതിയ കോഡ്. ഇതിനെ കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, വേണമെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് ഒന്ന് കമ്പൈൽ ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഓടിച്ച് നോക്കാം. ഇത് നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിലെ കോഡാണ്. ഓക്കെ, ഇത് ഓടിയാലും നമ്മളുടെ 7 സെഗ്മെൻറ്റ് കാണില്ല, കാരണം നമ്മളുടെ കോമൺ നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ കോമൺ മാത്രം നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. DDRC =
5ഉം 4ഉമാണ് നമ്മൾക്ക് ഔട്ട്പുട്ട് ആക്കാനുള്ളത്. 0x, 7ഉം 6ഉം ഇല്ല, 5ഉം 4ഉം, 3 0. ഇനി പോർട്ട് C ഈക്വൽ ടു 0x 1 0 കൊടുത്തിട്ട് നമ്മൾക്കിതിനെ ഓടിച്ച് നോക്കാം. അപ്പോൾ ഒരു 7 സെഗ്മെൻറ്റ് റണ്ണിങ് ആവും. ഓക്കെ, ഒരു 7 സെഗ്മെൻറ്റ് റണ്ണിങ് ആവുന്നുണ്ട്. നമ്മൾക്ക് ഈ വാല്യൂ മാറ്റിയിട്ട് 1ന് പകരം 2 കൊടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ 7 സെഗ്മെൻറ്റ് റണ്ണിങ് ആവണം. ടൂൾസ്, ഓർഡിനോ ആസ് പ്രോഗ്രാമർ. ഓക്കെ, ഇപ്പോൾ വേറെ 7 സെഗ്മെൻറ്റ് ഓടുന്നുണ്ട്. ഇവിടെ 3 കൊടുക്കുകയാണെങ്കിൽ 2 സെഗ്മെൻറ്റും ഓടണം. യെസ്, 2 സെഗ്മെൻറ്റ് ഓടുന്നുണ്ട്. നമ്മൾക്കിനി ഇതിനെ എങ്ങനെയാണോ വേണ്ടത്, നമ്മൾക്ക് 0 1 0 2 അങ്ങനെ വരണം. അതേപോലെ 09 കഴിയുമ്പോൾ 1 0, 9 കഴിയുമ്പോൾ 10 11 12 അങ്ങനെ വരണം. അതിന് എങ്ങനെ ചെയ്യാം? ഇവിടെ ചുമ്മാ ഇതിനെ നമ്മൾക്ക് ഈ ഫങ്ഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്യാം. ഇവിടെ 0 കൊടുക്കുന്നുണ്ടല്ലേ. 0 കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് പോർട്ട് സിനെ വാല്യൂ 2 ആക്കി, ഇത് കഴിഞ്ഞ് ഇവിടെ ഒരു ഫങ്ഷൻ കൂടി ആഡ് ചെയ്യണം. 0ക്ക് മുമ്പ് നമ്മൾക്ക് ഓഫ് എന്നൊരു ഫങ്ഷൻ 7 സെഗ്മെൻറ്റ് ഓഫ് ആയിരിക്കുമ്പോൾ ഇവിടെയൊക്കെ വാല്യൂ എന്തായിരിക്കും? കംപ്ലീറ്റ് 0. ഓക്കെ, നമുക്കിവിടെ പോർട്ട് സിൻ്റെ വാല്യൂ 2 0 കൊടുത്തതിന് ശേഷം 0 ഓൺ ആക്കി ഇനി ഒരു തവണ ഓഫ് ചെയ്യാം. 7 സെഗ്മെൻറ്റ് ഓഫ്. ഇനി പോർട്ട് സിനെ ഈക്വൽ ടു 0x 1 0 എന്നിട്ട് 1 ഡിസ്പ്ലേ ചെയ്യുന്നു, എന്നിട്ട് ഡിലേ കൊടുക്കുന്നു. വീണ്ടും ഓഫ് ചെയ്യുന്നു, 7 സെഗ്മെൻറ്റ് ഓഫ്. ഇതിന് നമുക്കൊരു ലൂപ്പിൽ കൊടുക്കാം. വൈൽ ഓഫ് 1. ഓക്കെ, ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? പോർട്ട് സിക്ക് ഒരു വാല്യൂ എന്ന് വെച്ചാൽ ഒരു സെഗ്മെൻറ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് 0 ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു, എന്നിട്ട് ഒരു ഡിലേ കൊടുത്തു, എന്നിട്ട് സെഗ്മെൻറ്റ് ഓഫ് ചെയ്തു, എന്നിട്ട് വേറെ സെഗ്മെൻറ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് 1 ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു, എന്നിട്ട് ഒരു ഡിലേ കൊടുത്തു, എന്നിട്ട് ഓഫ് ചെയ്തു. ഓക്കെ, ഇത് ഓടുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ ഡിലേ 10ൻ്റെ ആവശ്യമില്ല, 2 ഇടാം. ഓക്കെ, കമ്പയർ ചെയ്യാം. ഇനി ടൂൾസ് ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. യെസ്, ഇപ്പോൾ സെഗ്മെൻറ്റിൽ 0 1 നമ്മൾക്ക് 0 കഴിഞ്ഞിട്ട് 1 കാണുന്നു, 1 കണ്ടു കഴിഞ്ഞിട്ട് 0 കാണുന്നു, അങ്ങനെയാണോ കാണുന്നത്? അല്ല,
നമ്മൾക്ക് 0യും 1ഉം കാണുന്നുണ്ട്. ആക്ച്വലി ഇത് 0യും 1ഉം സെയിം ടൈം അല്ല ഡിസ്പ്ലേ ആവുന്നത്. നമ്മളുടെ കോഡിൽ നോക്കിയാൽ അറിയാം. ആദ്യം 0 തെളിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷമാണ് 1 തെളിയുന്നത്. പക്ഷേ നമ്മളുടെ കണ്ണിന് അത്രയും ഫാസ്റ്റായിട്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് കാണാം. ഇത് നമ്മളുടെ കോഡിൽ മാത്രമല്ല, നമ്മൾ കാണുന്ന 7 സെഗ്മെൻറ്റ് LED എല്ലാം അങ്ങനെ തന്നെയാണ് ഓടുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ ഹോസ്പിറ്റലിലെ ടോക്കൺ ഡിസ്പ്ലേ ആണെങ്കിലും ഇനി റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും എല്ലാം, ഇനി നമ്മൾ വാങ്ങിക്കുന്ന ക്ലോക്ക് ആണെങ്കിലും വീട്ടിൽ വയ്ക്കുന്ന ക്ലോക്ക് ആണെങ്കിലും ഓരോ സെഗ്മെൻറ്റ് ഓരോ സമയത്ത് തെളിഞ്ഞ് പോവുക തന്നെയാണ് ചെയ്യുന്നത്. ഒരു 7 സെഗ്മെൻറ്റിൽ ഓണായിരിക്കും, അടുത്ത 7 സെഗ്മെൻറ്റ് ഓഫ് ആയിരിക്കും. പക്ഷേ നമ്മളുടെ കണ്ണ് അത്രയും ഫാസ്റ്റായിട്ട് ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യില്ല. നെക്സ്റ്റ് നമ്മൾക്ക് ഈ കോഡൊന്ന് ചേഞ്ച് ചെയ്യാം, ഒരു പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഈ ഫങ്ഷൻസ് കംപ്ലീറ്റ് ഞാൻ കോപ്പി ചെയ്യാണ്. ഒരു പുതിയ ഫയൽ എടുക്കുന്നു. എനിക്കാവശ്യം C ഫയലാണ്. ഓപ്പൺ കൊടുത്തു. ഞാനിവിടെ കോപ്പി ചെയ്തതിനെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, #define CPU അതും കൂടി ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഞാൻ സേവ് ചെയ്യുന്നു. 7 segment.c ഇതാണ് പേരിടുന്നത്. എനിക്ക് ആവശ്യം ഡെമോയ്ക്കകത്ത് കോഡിനകത്ത് മൾട്ടിപ്ലക്സിനകത്ത് മെയിൻ C ഫയലിരിക്കുന്ന അതേ സ്ഥലത്ത് ഞാൻ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി എനിക്കൊരു .h ഫയൽ ആവശ്യമുണ്ട്. Ctrl+N, include file, open, #define 7 segment H. #if not defined 7 segment H, #define #endif. ഇവിടെ എനിക്ക് ഈ ഫങ്ഷൻസ് എല്ലാം കോപ്പി ചെയ്യണം. ഡിക്ലറേഷൻ മാത്രമാണ്. void 1 void 0 ഇൻക്ലൂഡ് ഫയലിനെ എനിക്ക് സേവ് ചെയ്യേണ്ടത് മൾട്ടിപ്ലക്സിനകത്ത് തന്നെയാണ്. യെസ്, ലൊക്കേഷൻ കറക്റ്റാണ്. ഫയലിൻ്റെ പേര് 7 segment.h. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് സൊല്യൂഷൻ മൾട്ടിപ്ലക്സ് ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ആഡ് ഉണ്ട്. ആഡിൽ പോയിട്ട് എക്സിസ്റ്റിംഗ് ഐറ്റം. ഇവിടെ എനിക്ക് 7 segment.c
ആൻഡ് 7 സെഗ്മെൻറ്റ് ഡോട്ട് എച്ച് ഇത് രണ്ടും ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പം മെയിൻ സി, 7 സെഗ്മെൻറ്റ് സി, 7 സെഗ്മെൻറ്റ് ഡോട്ട് എച്ച് ഇതെല്ലാം ഇപ്പോൾ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. ഇനി എനിക്കിവിടെ ഹാഷ് ഇൻക്ലൂഡ് 7 സെഗ്മെൻറ്റ് ഡോട്ട് എച്ച് എഴുതാൻ പറ്റും. ഇത് എഴുതി കഴിഞ്ഞാൽ ഡോട്ട് എച്ച് ഫയൽ ഇതിൻ്റെ ഭാഗമാവും. ഡോട്ട് എച്ച് ഫയലിനകത്ത് എല്ലാ ഫങ്ഷൻസും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാലും അവിടെ പോയിട്ട് കണ്ടുപിടിച്ചോളും. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ മെയിൻ ഫയലിൽ ഈ ഫങ്ഷൻസ് ആവശ്യമില്ല. യെസ്, ഇപ്പം മെയിൻ ഫങ്ഷൻ കൂടുതൽ സിമ്പിളായി. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് എന്ത് ചെയ്യാം? എനിക്കിവിടെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു നമ്പർ കൊടുക്കാൻ പറ്റണം. ഞാനതിനെല്ലാം ഡിലീറ്റ് ചെയ്യണം. എനിക്കിവിടെ ആവശ്യം ഡിസ്പ്ലേ, ഇവിടെ ഞാൻ എഴുതാണ് 23 എന്ന് എഴുതാണ്. ഇങ്ങനെ കോൾ ചെയ്താൽ ഡിസ്പ്ലേക്കകത്ത് 23 എന്ന് വരണം. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ എന്നൊരു ഫങ്ഷൻ വേണം. ഫങ്ഷൻ void display. ഇത് 7 സെഗ്മെൻറ്റ് ഡോട്ട് സിക്കകത്താണ് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. void display, void display. ഡിസ്പ്ലേയിൽ നമ്മൾ 23 എന്നൊരു നമ്പർ പാസ് ചെയ്തിരുന്നു. അതിനെ റിസീവ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു വേരിയബിൾ വേണം. അപ്പോൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്തും അത് വേണം. ഡിക്ലെയർ ചെയ്തതിൽ അത് കൊടുത്തിട്ടില്ല. ഇൻറ്റ് മാത്രം കൊടുത്താലും മതി. യെസ്, കിട്ടിയിരിക്കുന്ന നമ്പറിനെ എനിക്ക് യൂണിറ്റ് പ്ലേസിൽ ഏതാണ്, അതേപോലെ 10th പ്ലേസിൽ ഏതാണ്, ഇതെല്ലാം എനിക്കറിയണം. ഓക്കെ, അപ്പോൾ അതിനായി ഇവിടെ യൂണിറ്റ് പ്ലേസ് എന്നൊരു വേരിയബിൾ ഉണ്ടാക്കി 10th പ്ലേസ് എന്നൊരു വേരിയബിൾ ഉണ്ടാക്കി. ഇവിടെ യൂണിറ്റ് പ്ലേസിന് വാല്യൂ എങ്ങനെ കിട്ടും? യൂണിറ്റ് പ്ലേസ് ഈക്വൽ ടു നം എന്ന് വേണം വാല്യൂ എടുക്കാനായിട്ട്. നം മോഡ് ഡിവിഷൻ 10. അപ്പോൾ ലാസ്റ്റ് വാല്യൂ മാത്രം യൂണിറ്റ് പ്ലേസിന് കിട്ടും. അതേപോലെ 10th പ്ലേസ് ഈക്വൽ ടു നം എന്ന് വേണം എടുക്കാനായിട്ട്. നം ഡിവൈഡഡ് ബൈ 10. ഓക്കെ, പക്ഷേ നം 3 അക്കം ഉണ്ടെങ്കിൽ, 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ അത് നമ്മൾക്ക് സ്യൂട്ട് അല്ല. അതുകൊണ്ട് ആദ്യമേ ഇവിടെ നം ഈക്വൽ ടു നം എങ്ങാനും 2 ഡിജിറ്റിൽ കൂടുതലുണ്ടെങ്കിൽ നം മോഡ് 100 ഇങ്ങനെ ചെയ്ത് വയ്ക്കാം. യെസ്, ഇപ്പോൾ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് യൂണിറ്റ് പ്ലേസിലെ നമ്പർ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് സെഗ്മെൻറ്റ് ഓൺ ചെയ്യണം. അപ്പോൾ പോർട്ട് സി ഈക്വൽ ടു 0x10. ഇവിടെ നമ്മൾക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം? ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമുക്ക് 0, 1, 2, 3 ഇതെല്ലാം കോൾ ചെയ്യാനായിട്ട് വേറൊരു ഫങ്ഷൻ വേണം.
ഈ ഫംഗ്ഷൻ ഇവിടെ വേറെ എവിടെയും ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് ഇൻറ്റേർണലി മാത്രം കോൾ ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. ഓക്കെ, void pass വാല്യൂ അല്ലെങ്കിൽ ഡീകോഡ് എന്ന് എഴുതാം. ഡീകോഡ് ഇതിനും ഒരു നമ്പർ റിസീവ് ചെയ്യുന്നുണ്ട്, ഇൻറ്റ് നം. ഓക്കെ, ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സ്വിച്ച് ചെയ്തിട്ട് സ്വിച്ച് കേസ് എടുക്കാം. സ്വിച്ച് നം. കേസ് 0 ആണെങ്കിൽ 0നെ കോൾ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഡീകോഡ് എന്നൊരു ഫംഗ്ഷൻ അതിനകത്ത് ഒരു നമ്പർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് 0, 1, 2, 3 ഇതെല്ലാം കോൾ ചെയ്തോളും. ഓക്കെ, അപ്പോൾ ഡീകോഡിന് വാല്യൂ കൊടുക്കണം. ഡീകോഡ് യൂണിറ്റ് പ്ലേസ്. ഇനി ഒന്ന് ഓഫ് ചെയ്യാം. 7 സെഗ്മെൻറ്റ് ഓഫ്. അതിന് മുമ്പൊരു ഡിലേ കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം പോർട്ട് സിൻ്റെ വാല്യൂ മാറ്റാം. 0x20 ഡീകോഡ്. ഇനി എന്താ കൊടുക്കാനുള്ളത്? നേരത്തെ യൂണിറ്റ് പ്ലേസ് കൊടുത്തു, ഇനി 10th പ്ലേസ് കൊടുക്കണം. വീണ്ടും ഡിലേ. ഡിലേ കഴിഞ്ഞാൽ 7 സെഗ്മെൻറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ കിട്ടിയ നമ്പറിനെ യൂണിറ്റ് പ്ലേസും 10th പ്ലേസും ആക്കി മാറ്റി. എന്നിട്ട് സെഗ്മെൻറ്റ് സെലക്ട് ചെയ്തു, ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് ഓൺ ചെയ്തു, അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസിൻ്റെ ഓൺ ചെയ്തു. യൂണിറ്റ് പ്ലേസിൻ്റെ വാല്യൂ ഡീകോഡിലേക്ക് കൊടുത്തു. പിന്നെ 2 millisecond ശേഷം ഓഫ് ചെയ്തിട്ട് പിന്നെ 10th പ്ലേസിൻ്റെ സെഗ്മെൻറ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഡീകോഡിലേക്ക് 10th പ്ലേസിൻ്റെ വാല്യൂ കൊടുത്തു. പിന്നെ ഡിലേ ഇട്ടു. അത് കഴിഞ്ഞ് 7 സെഗ്മെൻറ്റ് ഓഫ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കോൾ ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേ 23. ഓക്കെ, നമുക്കിതൊന്ന് ഓടിച്ച് നോക്കാം. കമ്പൈൽ ആയിട്ടുണ്ട്. ഇനി ഫ്ലാഷ് ചെയ്യാം. യെസ്, ഇപ്പോൾ നമുക്ക് 23 കിട്ടിയിട്ടുണ്ട്. കോഡിനെ വെറുതെ ഒന്ന് മാറ്റി നോക്കാം. 84 സേവ് ചെയ്തു. കമ്പൈൽ ചെയ്തു. വീണ്ടും ഫ്ലാഷ് ചെയ്തു. ഇവിടെ വൈൽ ലൂപ്പ് ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഞാൻ വൈൽ ലൂപ്പിനൊന്ന് കമാൻഡ് ചെയ്യുന്നുണ്ട്. സേവ് ചെയ്തു. കമ്പൈൽ ചെയ്തു. ഫ്ലാഷ് ചെയ്യാം. ഫ്ലാഷിംഗ് ആയിട്ടുണ്ട്, ഒന്നും കാണുന്നില്ല. ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം. യെസ്, റീസെറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഒരു തവണ വന്നു പോകുന്നുണ്ട്. അത് തന്നെ നമ്മൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, ചിലപ്പോൾ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ വൈൽ ലൂപ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നത്. അത് നമ്മളുടെ കോഡ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇവിടെ ഒരു തവണ
വന്നു പോകാൻ 2 മില്ലി സെക്കൻഡ് നേരത്തേക്ക് വന്നു പോകാൻ മാത്രമേ നമ്മൾ കോഡ് എഴുതിയിട്ടുള്ളൂ. മെയിനകത്ത് വൈൽ ലൂപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അവിടെ ഒരു ഡിസ്പ്ലേ കാണണമെങ്കിൽ അവിടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ 84, 85 ഇങ്ങനെ ഒന്ന് കൗണ്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണമായിരിക്കും? ഓക്കെ, ഞാനിവിടെ ഒരു ട്രയൽ ചെയ്യാം. കൗണ്ട് എന്നൊരു വേരിയബിൾ ഉണ്ട്, ഇൻറ്റ് കൗണ്ട്. ഓക്കെ, കൗണ്ടിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആണ്. ഇതിനെ ഞാൻ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കൗണ്ട് ++. അപ്പോൾ കൗണ്ട് 0, 1, 2, 3 അങ്ങനെ എനിക്ക് കാണണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യും? ഒരു ടെക്നിക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ ഇൻറ്റ് ഇറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ കൂടി ഇട്ടു. ഇവിടെ ഒരു ഫോർ ലൂപ്പ് വേണം എനിക്ക്. ഫോർ ഇറ്റർ ഈക്വൽ ടു 0, ഇറ്റർ ലെസർ ദാൻ എത്ര വേണം? ഇവിടുത്തെ ടൈമിംഗ് ഏകദേശം നോക്കാം. 7 സെഗ്മെൻറ്റിനകത്ത് പോയാൽ 4 മില്ലി സെക്കൻഡാണ് ഒരു തവണ ഡിസ്പ്ലേ വരുന്നത്. ഓക്കെ, 4 മില്ലി സെക്കൻഡ് 10 തവണ 4 മില്ലി സെക്കൻഡ് 10 തവണ വന്നാൽ 40 മില്ലി സെക്കൻഡായി. 25 തവണ വന്നാൽ 100 മില്ലി സെക്കൻഡായി. ഓക്കെ, അപ്പോൾ 250 ആണെങ്കിൽ 1000 മില്ലി സെക്കൻഡ് ആവും. ഇറ്റർ ++. ഇത്രയും തവണ ഡിസ്പ്ലേ ആവും. കൗണ്ടിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കൗണ്ടിൻ്റെ വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഇതിനെ സേവ് ചെയ്തു. നമ്മുടെ ലോജിക് കറക്റ്റ് ആണോ എന്ന് നോക്കണമെങ്കിൽ ബിൽഡ് ചെയ്തിട്ട് ഫ്ലാഷ് ചെയ്യാം. ഓർഡിനോ ആസ് പ്രോഗ്രാമർ ഫ്ലാഷിങ് ചെയ്യുന്നുണ്ട്. നോക്കാം. 00, 01, 02. യെസ്, ദിസ് ഈസ് ദ ലോജിക്. യെസ് ഫ്രണ്ട്സ്, ഇത്രയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു റിക്വയർമെൻറ്റ് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഈ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വൈൽ ലൂപ്പൊക്കെ കോഡിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കോഡിന് വേറൊന്നും ചെയ്യാൻ ടൈം കിട്ടില്ല. അപ്പോൾ ഇവിടെ വേറെ എന്തോ ഒരു ടെക്നിക്ക് വേണം പ്രാക്ടിക്കലി എന്നൊരു ആവശ്യം ഉണ്ട്. ഇവിടെ മൈക്രോ കൺട്രോളറിൽ ടൈമറുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ടൈമറിൻ്റെ റൈറ്റ് യൂസ് എവിടെയാണ് വരുന്നത്? വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.